ഹായ്, സ്വാഗതം. ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ സെൽവരാജ്. ഇന്നത്തെ വിഷയം PM ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇത് എന്താണ്, ആർക്കാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഭാരത സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നടത്തുന്ന അവരുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അതും രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന മുൻനിര സ്ഥാപനങ്ങളിൽ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടി ഇന്റേൺഷിപ്പിന് സാധ്യതയൊരുക്കുന്നു. ആ ഇന്റേൺഷിപ്പിലൂടെ അവർക്ക് നല്ല ഒരു ഉദ്യോഗാർത്ഥിയായി മാറാൻ ഉള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 5 വർഷത്തെ പ്രോഗ്രാം ആണെന്ന് പറയാം. ഇതിൽ ഏകദേശം 1 കോടിയോളം പേർക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ വർഷം 1,4 ലക്ഷം കുട്ടികൾക്ക്, 1,4 ലക്ഷം യുവതി യുവാക്കൾക്ക് ഇതിന് സാധ്യതയുണ്ട്. അതാണ് ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാം. ഇനി ഇന്റേൺഷിപ്പ് ആർക്കൊക്കെ ചെയ്യാം? എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, ചില കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എത്ര നാളാണ്, എന്തൊക്കെയാണ് അതിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് കൂടി പറയാം. ഇന്റേൺഷിപ്പ് ശരിക്കും പറഞ്ഞാൽ 12 മാസത്തെ ആണ് ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഇന്റേൺഷിപ്പ് സൈക്കിൾ എന്ന് 12 മാസമാണ്. ഈ 12 മാസം നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കൂടി ലഭ്യമാണ്. വരുമാനം ഇൻ ദ സെൻസ് അത് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ്. ഒരു മാസം 5,000 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും. പ്ലസ് ഒരു വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് 6,000 രൂപയും കിട്ടും. ഇതുകൂടാതെ മറ്റ് എക്സ്പെൻസിലേക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഇങ്ങനെയൊന്നും കിട്ടത്തില്ല. പിന്നെ ചിലപ്പം ഏതെങ്കിലും കമ്പനികളിൽ ജോയിൻ ചെയ്യുമ്പോൾ യൂണിഫോം ഒക്കെ വേണ്ടി വന്നേക്കാം. ഡിപ്പെൻസ് ഓൺ, അതൊന്നും ഇതിനകത്ത് പെടുന്നില്ല കേട്ടോ. അപ്പം 5,000 പ്ലസ് 6,000 ആണ് കിട്ടുന്നത്. അത് 12 മാസം നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 12 മാസ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് ഏതെങ്കിലും കാരണവശാൽ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ എഗെയിൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. പിന്നെ അതിനിടയ്ക്ക് തീർച്ചയായിട്ടും അവധികളൊക്കെ അനുവദനീയമാണ്. അത് ഓരോ കമ്പനിയുടെയും ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് അവധികൾ അനുവദനീയമാണ്. അപ്പം ഏറ്റവും കൂടുതൽ 2 മാസത്തിൽ കൂടാൻ പാടില്ല, 2 മാസത്തിൽ താഴെ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ബ്രേക്ക് എടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ പോയാൽ വീണ്ടും സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ മറ്റൊരു കാര്യം, ഇതൊരു ഇന്റേൺഷിപ്പ് മാത്രമാണ്. അതായത് പഠനം എന്ത് പഠിച്ചു, അതിനോടൊപ്പം തന്നെ അതെങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ്, റിയൽ ടൈം സിറ്റുവേഷൻ നമ്മൾ ആ പഠനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും തന്നെ ഇതിന് ശേഷം ഒരു ജോലി അങ്ങ് കിട്ടിയേക്കും എന്നൊന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് ഉള്ള പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്, എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ സാധ്യമാകുക. അതായത് ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാം. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം, ആ എക്സ്പീരിയൻസ് ഞങ്ങൾ ഒരുക്കി തരാം എന്നാണ് സ്ഥാപനങ്ങൾ പറയുന്നത്. ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ മിക്കവാറും തിയറിയാണ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി നമ്മൾ പലയിടത്തും കയറി ഇറങ്ങുമ്പോൾ മിക്കവാറും കമ്പനികളൊന്നും നമുക്ക് നോ പറയാറുണ്ട്. പക്ഷെ ഇന്ന് അത് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ പോസിബിൾ ആണ്. അത് വെറുതെ ഇന്റേൺഷിപ്പ്, ചിലയിടത്തൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. അത് പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 500ഓളം സ്ഥാപനങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ആ സാധ്യത തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആപ്ലിക്കേഷൻ അയക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനു മുമ്പ് ചില കാര്യങ്ങളെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ വേണ്ട, ആർക്കെല്ലാം ചെയ്യാം, ആർക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൂടി പറയാം. 12 മാസമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻ കേസ് ഈ 12 മാസത്തിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് കൊണ്ട് നമുക്കിത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നാൽ ദെൻ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും അടുത്ത സൈക്കിളിൽ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്. ഇനി രണ്ടാമത്തത് ഏജ് ഒരു ഫാക്ടറാണ്. ഏജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏജ് എന്ന് പറയുന്നത് 21 വയസ്സ് എന്നാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് 21 വയസ്സ് തികഞ്ഞിട്ടുണ്ടാകണം. 24 കൂടാൻ പാടില്ല. അപ്പോൾ 21 തൊട്ട് 24 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ആരും തന്നെ ഒരു റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കാൻ പാടില്ല. റെഗുലർ ആയിട്ട് എവിടെയെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഇല്ല, അർഹതയില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. കൂടാതെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പിന് അർഹതയില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇന്റേൺഷിപ്പിലേക്ക് പോകാനായിട്ട്. പിന്നെ ആർക്കല്ല, മറ്റ് കാറ്റഗറിയിൽ വരുന്നത്, അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പിന് അർഹതയില്ല. അവർ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, റിജക്റ്റ് ചെയ്യപ്പെടും. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ MCA, അതുപോലെ തന്നെ CA, അതുപോലെ IIM-കളിൽ
എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ IITകളിൽ പഠിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, പഠിച്ചു കഴിഞ്ഞവർ, അതുപോലെ തന്നെ MBBS പഠിച്ചു കഴിഞ്ഞവർ, അതേപോലെ NITകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഐസർ പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞവർ, ഇവർക്ക് ആർക്കും തന്നെ ഇതെല്ലാം പ്രൊഫഷണലി കുറച്ചുകൂടി ഒരു അപ്പർ ലെവലിലുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, അത് തന്നെയാണ് അതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവർക്കൊക്കെ ഇതിന് ശേഷം തന്നെ ജോലി സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്, നല്ല എക്സ്പോഷറാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആർക്കും ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളവരെന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ്സ്, അതായത് ബിരുദം കഴിഞ്ഞവരാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ചെയ്യാവുന്നത്. പിന്നെ അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായവർ, ITI കഴിഞ്ഞവർ, പോളിടെക്നിക് കഴിഞ്ഞവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള അർഹതയുണ്ട്. കൂടാതെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റേൺഷിപ്പിന് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റൈപ്പൻഡ് മാത്രമല്ല, കൂടാതെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അതായത് ഇന്റേൺഷിപ്പ് എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമുക്ക് ഇൻഷുറൻസ് കവറേജിനുള്ള അർഹതയുണ്ട്. കമ്പനികൾ തരുന്നതല്ല, അത് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തരുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് ചില സ്കീമിലൂടെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. പിന്നെ ഇന്റേൺഷിപ്പിന് ശേഷം ഒരുപക്ഷെങ്കിൽ നമ്മൾ നല്ല പ്രഗത്ഭരാണ്, നല്ല കഴിവുള്ളവരാണ്, നമ്മൾ വളരെ ഇംപ്രസീവ് ആണ്, ടാലന്റഡ് ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ മറ്റൊരു ചാൻസ് കൂടിയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു ഓഫർ ലെറ്റർ തന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല, ബട്ട് സ്റ്റിൽ അവിടെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയേക്കാം എന്ന് പറയുന്നു. സോ ഇതൊരു വേറെ ഇതിൻ്റെ ഒരു കാര്യമാണല്ലോ. പിന്നെ ആരൊക്കെയാണ്, എത്തരം മേഖലകളിലാണ് നമുക്ക് ഇന്റേൺഷിപ്പ് പോസിബിൾ ആകുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം 500ഓളം വ്യത്യസ്തമായ സ്ഥാപനങ്ങളാണ് ഇന്റേൺഷിപ്പ് തരുന്നതിന് വേണ്ടി റെഡി ആയിരിക്കുന്നത്. അതിൽ ഓൾറെഡി തന്നെ പലരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏതെല്ലാം സെക്ടറിലുള്ള സ്ഥാപനങ്ങളാണ് ഇന്റേൺഷിപ്പിന് റെഡി ആയിട്ടുള്ളത്, ഇന്റേൺഷിപ്പ് തരുന്നതിന് വേണ്ടി, പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഇത് റെഡി ആയിട്ടുള്ളതാണ് ഏകദേശം ഒരു ധാരണ തരാം. IT, അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല, മെറ്റൽ ആൻഡ് മൈനിങ് ഉണ്ട്, FMCG സ്ഥാപനങ്ങളുണ്ട്, ടെലികോം ഉണ്ട്, റീറ്റെയിൽ ആൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ട്, ഓട്ടോമോട്ടീവ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്, മീഡിയ, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ളതുണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, ടെലികോം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ അനന്തമായ സാധ്യതകളാണ്. വ്യത്യസ്തമായ മേഖലകളിലാണ് നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. ഈ ഇന്റേൺഷിപ്പിന്റെ പീരീഡിൽ ഒരു 6 മാസമെങ്കിലും അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന. പിന്നെ ഇന്റേൺഷിപ്പിന് നമുക്ക് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ഫ്രീ രജിസ്ട്രേഷനാണ്, 10 പൈസ നമ്മൾ മുടക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ സ്വന്തം ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. മൂന്നാമത്തെ, പക്ഷേ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ചില ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? 1, ആധാർ കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. 2, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. മൂന്നാമത്തതൊരു നിർബന്ധമല്ലെങ്കിൽ കൂടി ആദ്യത്തെ 2 നിർബന്ധമാണ്. മൂന്നാമത്തെ നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്യാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു റീസെൻ്റ്ലി എടുത്തിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ മൊബൈൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഇനിയും വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഡിജി ലോക്കർ അക്കൗണ്ട് വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഇനിയും അത് ചെയ്യാത്തവർ ആദ്യമേ തന്നെ ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ അതിനൊരു ID ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, എവിടെയെങ്കിലും എഴുതി കുറിച്ച് വെക്കണം. ഈ ഡിജി ലോക്കറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ മറ്റൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് നോക്കുക. അതല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നത്, അത് നിങ്ങളൊന്ന് ആ ഇൻഫർമേഷൻ ഒന്ന് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമുക്ക് പറയാനുള്ളത്. ഒരു മൊബൈൽ ആപ്പിലൂടെയും, അതുപോലെ തന്നെ അതല്ല എങ്കിൽ ഈ വെബ് പോർട്ടലുണ്ട്, MCAയുടെ, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഒരു വെബ് പോർട്ടലുണ്ട്. ആ പോർട്ടലിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഒപ്പം തന്നെ ഒന്ന് പറയുകയും കൂടി ചെയ്യാം. ഇതാണ് www.pminternship.mca.gov.in. ഇതാണ് വെബ്സൈറ്റ് വിലാസം. അപ്പോൾ സന്തോഷത്തോടെ എത്രയും പെട്ടെന്ന് ഇനിയും ഈ അവസരം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മറ്റുള്ളവർ ധാരാളം പേര് ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കണം, അവർ ഇതിന് ഉപയോഗപ്പെടുത്തുക. കൂടെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടിട്ടുള്ളവർക്കോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കത് ഉപകരിക്കട്ടെ.
ആ ഒരു സന്തോഷത്തോടു കൂടി, ആ ഒരു പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്.